പ്രളയത്തിൽ തകർന്ന കരിപുരം KLDC ബണ്ട് പുനർനിർമ്മിക്കുമെന്ന വാഗ്ദാനം നടപ്പായില്ല. ആശങ്കയോടെ 300ഓളം കുടുംബങ്ങൾ. ന്യൂസിലാൻഡിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊടുങ്ങല്ലൂർ സ്വദേശിനി അൻസിയുടെ മൃതദേഹം ഇന്ത്യൻ എംബസിക്ക് കൈമാറി. മൃതദേഹം തിങ്കളാഴ്ച നാട്ടിലെത്തിക്കും. തിരുവില്ലാമലയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 9 പേർക്ക് പരിക്ക്. മേഖലയിൽ പന്നിശല്യം രൂക്ഷമാകുന്നു. പ്രളയത്തിൽ ഭാഗികമായി തകർന്ന പായ്ത്തുരുത്ത് തൂക്കുപാലത്തിലൂടെ യാത്ര അപകട ഭീഷണിയാകുന്നു. പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ തയ്യാറാകാതെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിനെതിരെ നാട്ടുകാർ. ആളൂർ പഞ്ചായത്തിലെ ചങ്ങലച്ചിറ സംരക്ഷണമില്ലാതെ നശിക്കുന്നു. കടുത്ത വേനലിലും ജലസമൃദ്ധമായ ചിറ നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വാർത്തകൾ വിശദമായി. പ്രളയത്തിൽ തകർന്ന ഹരിപുരം KLDC ബണ്ട് പുനർനിർമ്മിക്കുമെന്ന വാഗ്ദാനം നടപ്പാക്കിയില്ല. വരുന്ന മഴക്കാലത്ത് ദുരന്തം ആവർത്തിക്കുമെന്ന ഭയത്തിൽ 300ഓളം കുടുംബങ്ങൾ. KLDC കനാലിന്റെ തെക്കേ വടക്കേ ബണ്ടുകളിലെ ഇടിഞ്ഞ ഭാഗങ്ങളിലൂടെ ഇവിടെയുള്ള വീടുകളിലേക്ക് വെള്ളമെത്താൻ ശക്തമായ ഒരു മഴ മതിയാകും. ഇരു ബണ്ടുകളിലും പലയിടത്തായി ഇത്തരത്തിൽ വെള്ളം കയറാവുന്ന ചാലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. പ്രളയത്തിൽ തെക്കേ ബണ്ടിലെ ഇടിഞ്ഞു താഴ്ന്ന ഭാഗത്തിലൂടെ വെള്ളം ഇരച്ചുകയറിയതാണ് പൂമംഗലം, പടിയൂർ പഞ്ചായത്തുകളിൽ വെള്ളപ്പൊക്കം രൂക്ഷമാക്കിയത്. ഹരിപുരം അമ്പലത്തിന് സമീപം വലിയ തോതിലാണ് ബണ്ട് ഇടിഞ്ഞിരിക്കുന്നത്. വടക്കേ ബണ്ടിൽ പൊട്ടിയ ഭാഗത്ത് നാട്ടുകാർ മണൽച്ചാക്കുകൾ അടക്കിയിരിക്കുകയാണ്. പ്രളയശേഷം സ്ഥലം സന്ദർശിച്ച KLDC ചീഫ് എഞ്ചിനീയർ അടക്കമുള്ളവർ 3 മാസത്തിനകം ബണ്ടുകൾ ഉയർത്തി സുരക്ഷിതമാക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ പിന്നീട് അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ചെലുത്തുന്നില്ലെന്നുമാണ് നാട്ടുകാരുടെ പരാതി. മഴക്കാലത്തിനു മുൻപ് ബണ്ടുകൾ ഉയർത്തി സുരക്ഷിതമാക്കിയില്ലെങ്കിൽ മാറി താമസിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. അതേസമയം ടെൻഡർ വിളിച്ചെങ്കിലും പണികൾ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ലെന്നതാണ് KLDC അധികൃതരുടെ വിശദീകരണം. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ന്യൂസിലാൻഡിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട അൻസിയുടെ മൃതദേഹം ഈ മാസം 25-ന് നാട്ടിലെത്തിക്കും. പുലർച്ചെ 3 മണിക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തുന്ന മൃതദേഹം അന്നു തന്നെ ഖബറടക്കും. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അൻസിയുടെ മൃതദേഹം ന്യൂസിലാൻഡ് പോലീസ് ഇന്ത്യൻ എംബസിക്ക് കൈമാറി. ന്യൂസിലാൻഡ് ക്രൈസ്റ്റ് ചർച്ച് നഗരത്തിലെ അൽനൂർ മസ്ജിദിൽ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിനിടെയുണ്ടായ ഭീകരാക്രമണത്തിലാണ് അൻസി ഉൾപ്പെടെ 50 പേർ കൊല്ലപ്പെട്ടത്. കൊടുങ്ങല്ലൂർ TKS പുരം പരേതനായ കരിപ്പിക്കുളം അലി ബാവയുടെ മകളും ലോകമല്ലേശ്വരം പൊന്നാത്ത നാസറിന്റെ ഭാര്യയുമായ അൻസി 1 വർഷം മുൻപാണ് പഠനത്തിനായി ന്യൂസിലാൻഡിലേക്ക് തിരിച്ചത്. തിരുവില്ലാമലയിൽ കാട്ടുപന്നിയുടെ ആക്രമണം. കാട്ടുകുളം സ്കൂളിന് സമീപത്തും ആക്കപ്പറമ്പിലും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 9 പേർക്ക് പരിക്കേറ്റു. ആനപ്പാറ ഭാഗത്ത് ബൈക്കിൽ പോവുകയായിരുന്ന ഒരളശ്ശേരി സ്വദേശി രതീഷിനെയാണ് കാട്ടുപന്നി ആദ്യം ആക്രമിച്ചത്. ബൈക്കിൽ നിന്ന് വീണ് രതീഷിന് പരിക്കേറ്റു. പിന്നീട് കാട്ടുകുളം ഭാഗത്ത് CITU തൊഴിലാളിയായ വിജയനെ കാട്ടുപന്നി തട്ടിയിടുകയും ഇയാളുടെ കാലിന്റെ എല്ലിന് പൊട്ടലേൽക്കുകയും ചെയ്തു. അവിടെ നിന്നും ആക്കപ്പറമ്പിലെത്തിയ പന്നി മാരിയമ്മൻ കോവിലിൽ കയറി അവിടെ തൊഴുതുകൊണ്ടു നിൽക്കുകയായിരുന്ന രതീഷ് എന്ന യുവാവിനെ ഇടിച്ചുമറിച്ചിട്ടു. കാട്ടുകുളം ഭാഗത്ത് പശുക്കിടാവിനെ തട്ടിയിടുകയും ഇതുകണ്ട് പന്നിയെ ഓടിക്കാൻ ശ്രമിച്ച ഗൃഹനാഥനെയും ഭാര്യ എൽസിയെയും പന്നി ആക്രമിച്ചു. ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കവേ നിലത്തുവീണ എൽസിയുടെ കാലിനും കൈക്കും പന്നിയുടെ കടിയേറ്റു. പന്നിയാടി നേരെ പശുക്കിടാവുണ്ട്, പശുക്കിടാവിന് നേരിട്ട് വിടുന്നു. അവിടെ ഞാൻ ഇതിനെ തെങ്ങിൻ്റെ സൈഡിൽ നിന്ന് അടിച്ചു മാറ്റി ഇപ്പോഴത്തേക്ക് 2 ഭാര്യ അവിടെ നിന്ന് വരുന്നുണ്ട്. നന കഴിഞ്ഞിട്ട് വരിക നേരെ പന്നി വരുമെന്ന് പറയും. ഇവിടെ നേരെയാണ് പോയിട്ട് പന്നി ചാടിയത്. അങ്ങനെ അവൾ വീണ് കൈക്കും കടിഞ്ഞു ഏറ്റു, കാലിന് കടിയേറ്റു. നേരെ ആശുപത്രി കൊണ്ടുപോയി. സ്കൂൾ സമയമായതോടെ കുട്ടികളെ ആക്രമിച്ചേക്കാമെന്ന ആശങ്കയിലായിരുന്നു ജനങ്ങൾ. ഇതിനിടെ സമീപത്തുള്ള ആൾമറയുള്ള കിണറ്റിലേക്ക് പന്നി ചാടുകയും ചെയ്തു. പിന്നീട് വനം വകുപ്പ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് പന്നിയെ കരയ്ക്കുകയറ്റി വനത്തിൽ വിട്ടു. മേഖലയിൽ പന്നിശല്യം രൂക്ഷമായതായി നാട്ടുകാർ ആരോപിച്ചു. ആനപ്പാറ റോഡിൽ വെച്ചിട്ട് ബൈക്കിൽ പോകുന്ന ഒരാളെ പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞു. യൂണിയൻ ഓഫീസിൻ്റെ അവിടെ പോയിട്ട് അവിടെ നിന്ന് ഒരു യൂണിയൻകാരൻ്റെ കാലിൽ തട്ടിയിട്ട് അയാൾക്ക് അസ്ഥിക്ക് പൊട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നേരെ അത് ആറമ്പറ്റ കുളത്തിൻ്റെ അതിലേ പോയിട്ട് ആക്കപ്പറമ്പ് വഴിക്ക് പോയിട്ട് മാരിയം കോവിലിൻ്റെ അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഒരാളെ
ആ ഭാഗത്തുനിന്ന് ഒരു കുട്ടീനെ ഇടിച്ച് മറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയും ആശുപത്രി കൊണ്ടുപോയി വിവരഞ്ഞത്. അത് കഴിഞ്ഞ് നേരെയാണ് ഈ കാട്ടോളം സ്കൂളിൻ്റെ അവിടേക്ക് വന്നിട്ട് ഇവരുടെ വീട്ടിൽ വന്നിട്ട് പശുക്കിടാവിനെ തട്ടി മറിക്കുകയും അത് കഴിഞ്ഞ് അതിനെ എതിർക്കാൻ ഓടിക്കാൻ പോയ അവർ രണ്ടുപേരും ആക്രമിക്കാൻ പോയി. പരിക്കേറ്റവർ തിരുവില്ലാമല, പഴയന്നൂർ, ഒറ്റപ്പാലം എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ ചികിത്സ തേടി. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ്, ബീറ്റ് ഓഫീസർമാരായ ടി പി ശിവദാസൻ, സാജു, അരുൺ, ജിജീഷ്, രാജേഷ് തുടങ്ങിയവർ വനപാലക സംഘത്തിൽ ഉണ്ടായിരുന്നു. TCV ചേലക്കര. പ്രളയത്തിൽ ഭാഗികമായി തകർന്നതിനാൽ ജില്ലാ കളക്ടർ പ്രവേശനം വിലക്കിയ പായ്ത്തുരുത്തിലേക്കുള്ള തൂക്കുപാലത്തിലൂടെ യാത്ര തുടരുന്നത് അപകട ഭീഷണിയാകുന്നു. പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറാകാതെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിനെതിരെ നാട്ടുകാർ സമരത്തിനൊരുങ്ങുകയാണ്. കുഴൂർ പഞ്ചായത്തിലെ കുണ്ടൂരിൽ നിന്ന് പായ്ത്തുരുത്തിലേക്കുള്ള തൂക്കുപാലത്തിന്റെ കവാടം പ്രളയത്തിൽ തകർന്നിരുന്നു. തുടർന്നാണ് 2005 ദുരന്ത ആക്ട് CH-10 പ്രകാരമുള്ള ശിക്ഷാ നടപടിക്ക് ഇടയാക്കുമെന്ന മുന്നറിയിപ്പ് നൽകി സഞ്ചാരം വിലക്കിയത്. ഇതനുസരിച്ചുള്ള ബോർഡും ജില്ലാ കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കവാടത്തിൽ പഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. പാലത്തിന്റെ തകർന്ന ഭാഗം മരത്തിന്റെ തടവെച്ച് കെട്ടിയിരിക്കുകയാണ്. ഇതിലൂടെ നുഴഞ്ഞു കയറിയാണ് യാത്രക്കാർ കടന്നു പോകുന്നത്. തുരുത്തിലെ 70ഓളം കുടുംബങ്ങളിൽ 12 കുടുംബങ്ങൾ തൃശൂർ ജില്ലയിലുള്ളവരാണ്. ഇവർക്ക് റേഷൻ വാങ്ങുന്നതിനും ഓഫീസ് കാര്യങ്ങൾക്കുമായി കുണ്ടൂരിൽ എത്താനുള്ള ഏകമാർഗം ഈ തൂക്കുപാലമാണ്. ഇവിടുത്തെ 10 ക്രൈസ്തവ കുടുംബങ്ങൾക്ക് പള്ളിയിലേക്ക് എത്തണമെങ്കിൽ കുണ്ടൂരിലേക്ക് കടക്കണം. തുരുത്തിൽ നിന്ന് എറണാകുളം ജില്ലയിലേക്ക് കടക്കാൻ സ്ഥിരം പാലമുണ്ട്. പ്രളയത്തിൽ പൂർണ്ണമായി മുങ്ങിയ പ്രദേശമായ പായ്ത്തുരുത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കാനും തൂക്കുപാലം സഹായകരമായിരുന്നു. അതുകൊണ്ട് തന്നെ അപകട മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് കർഷകരടക്കമുള്ളവർ തുരുത്തിൽ നിന്ന് പാലം കടക്കുന്നത്. സഞ്ചാരം നിരോധിച്ചതല്ലാതെ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. എറണാകുളം ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും രണ്ടും കൂടി അതിർത്തിയാണ്. അവിടെ ഏകദേശം 10-60 വീട്ടുകാരോടത്തോളം നാനാജാതി മതസ്ഥർ അവിടെ ജീവിക്കുന്നുണ്ട്. കുണ്ടൂർക്ക് വരാനും കുണ്ടൂരുള്ള ആൾക്കാർക്ക് പായ്ത്തുരുത്തിയും പോകാനും ഉള്ള ഏക ആശ്രയം ഈ തൂക്കുപാലമാണ്. ഇപ്പോൾ ജലപ്രളയത്തിന് ശേഷം ഈ പാലത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കളക്ടറുടെ ഉത്തരവനുസരിച്ച് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആൾക്കാർക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ പായ്ത്തുരുത്ത് പാലം പ്രളയശേഷം സന്ദർശിച്ചിരുന്നു. അന്ന് പ്രദേശവാസികളും പഞ്ചായത്ത് അധികൃതരുമായി ചർച്ചയും നടത്തി. പായ്ത്തുരുത്തിൽ തൃശൂർ ജില്ലയിലെ പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്കും കർഷകർക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങളും ആസൂത്രണ ബോർഡിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. ഏതാനും ദിവസം മുൻപ് പാലത്തിന്റെ ചുമതല പഞ്ചായത്തിന് കൈമാറി സർക്കാർ ഉത്തരവ് നൽകിയിട്ടുണ്ട്. എന്നാൽ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതി വരെ അംഗീകാരം നൽകിയതിനാൽ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ഫണ്ട് വകയിരുത്തുന്നത് പ്രായോഗികമായി പ്രയാസമുണ്ടാകുമെന്നാണ് സൂചന. അറ്റകുറ്റപ്പണികൾ അനന്തമായി നീണ്ടുപോകുന്നതിനിടയിൽ മുന്നറിയിപ്പുകളും അപകട ഭീഷണികളും അവഗണിച്ച് തൂക്കുപാലത്തിലൂടെ സഞ്ചാരം തുടരുകയാണ്. TCV മാള. ആളൂർ പഞ്ചായത്തിലെ വിസ്തൃതമായ ചങ്ങലച്ചിറ സംരക്ഷണമില്ലാതെ നശിക്കുന്നു. കടുത്ത വേനലിലും ജലസമൃദ്ധമായ ചിറ നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പോട്ട ഇരിങ്ങാലക്കുട സംസ്ഥാന പാതയെയും ആളൂർ മാള സംസ്ഥാന പാതയെയും ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡിന്റെ ഓരത്താണ് ചങ്ങലച്ചിറയുള്ളത്. ഒരു കാലത്ത് ഈ ചിറയിലെ വെള്ളം ഉപയോഗപ്പെടുത്തിയാണ് മേഖലയിൽ നെൽകൃഷി ചെയ്തിരുന്നത്. ക്രമേണ നെൽപ്പാടങ്ങൾ കുറഞ്ഞു വന്നപ്പോൾ ചിറ അവഗണിക്കപ്പെട്ടു. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിന് വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുമ്പോഴും ചങ്ങലച്ചിറയുടെ നവീകരണത്തിന് നടപടിയുണ്ടാകുന്നില്ല. പായലും ചണ്ടിയും ചളിയും നിറഞ്ഞ് നശിക്കുകയാണ് കുളം. ചിറയുടെ 4 വശവും കാട് വളർന്ന നിലയിലാണ്. റോഡിനോട് ചേർന്നുള്ള ചിറയുടെ ഭാഗത്ത് സുരക്ഷാഭിത്തി നിർമ്മിക്കാത്തത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാണ്. രാത്രിയിൽ ഇതുവഴി പോകുന്ന കാൽനടക്കാർ ചിറയിലേക്ക് കാൽവഴുതി വീഴാനുള്ള സാധ്യതയുള്ളതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കടുത്ത വേനലിലും ജലസമൃദ്ധമായ ഈ ചിറ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ ജലവിധാനം നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. TCV കൊടകര. ദേശീയപാത പുതുക്കാട് സിഗ്നലിന് സമീപം അജ്ഞാത വാഹനമിടിച്ച് യുവാവ് മരിച്ചു. പന്തല്ലൂർ ചാലിപ്പറമ്പിൽ അരവിന്ദാക്ഷൻ മകൻ 40 വയസ്സുള്ള സുധീറാണ് മരിച്ചത്. സുധീർ ദേശീയപാത മുറിഞ്ഞു കിടക്കുന്നതിനിടെ വാഹനം ഇടിക്കുകയായിരുന്നു. ഇടിച്ച വാഹനം നിർത്താതെ പോയി. സുധീറിനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ ഭാഗത്തു നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് പോയ വാഹനമാണ് സുധീറിനെ ഇടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കേന്ദ്രത്തിലെ വർഗീയവാദികളുടെ രാഷ്ട്രീയത്തിനും കേരളത്തിലെ കൊലയാളി രാഷ്ട്രീയത്തിനും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറുപടി നൽകുമെന്ന് KPCC വൈസ് പ്രസിഡന്റും MLAയുമായ VD സതീശൻ പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടന്ന ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF നിയോജക മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ അധ്യക്ഷനായിരുന്നു. സ്ഥാനാർത്ഥി TN പ്രതാപൻ, UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി,
DCC മുൻ പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻ കുട്ടി, DCC വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. കാളവേലയ്ക്കും വെടിക്കെട്ടിനും പേരുകേട്ട ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ശനിയാഴ്ചയാണ് അന്തിമഹാകാളൻകാവ് വേല. ഇക്കുറി 5 ദേശങ്ങൾക്കും വെടിക്കെട്ട് നടത്തുന്നതിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. വൈകിട്ട് 7 മണിക്ക് ചേലക്കര ദേശത്തിന്റെയും 8-ന് കുറുമല ദേശത്തിന്റെയും വെടിക്കെട്ടും രാത്രി 1-ന് പങ്ങാരപ്പള്ളി, 2-ന് വെങ്ങാനല്ലൂർ, 3-ന് തോന്നൂർക്കര ദേശത്തിന്റെയും വെടിക്കെട്ട് നടക്കും. വെടിക്കെട്ട് നടക്കുന്ന പാടത്ത് ബാരിക്കേഡുകൾ അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായി. വേല ദിവസം ക്ഷേത്രത്തിന് 2 കിലോമീറ്റർ ചുറ്റളവിൽ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ഉത്തരേന്ത്യൻ ചാരുത പകർന്ന് ഗുരുവായൂരിലും ഹോളി ആഘോഷം. നിർമ്മാണ ജോലിക്കാരായെത്തിയ ഇതര സംസ്ഥാനക്കാരാണ് കൃഷ്ണനഗരിയിൽ ഹോളി വർണ്ണാഭമാക്കിയത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ വേണുഗോപാൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് നിർമ്മാണത്തിനെത്തിയ 60ഓളം കൊൽക്കത്ത സ്വദേശികളാണ് ഹോളി ആഘോഷത്തിന് വർണ്ണപ്പകിട്ടേകിയത്. ലേബർ കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം വിശ്രമം അനുവദിച്ച 12 മുതൽ 3 വരെയുള്ള സമയമാണ് ആഘോഷത്തിനായി നീക്കിവെച്ചത്. ചായം വാരിയെറിഞ്ഞും ആർപ്പ് വിളിച്ചും മധുരം കൈമാറിയും ഇതര സംസ്ഥാനക്കാർ ഹോളി ആഘോഷിച്ചപ്പോൾ നാട്ടുകാരും അത് അവിസ്മരണീയമാക്കി. സ്നേഹത്തിന്റെ നിറങ്ങളിൽ ചാലിപ്പിച്ചാണ് മാധ്യമപ്രവർത്തകരെയും ഇവർ യാത്രയാക്കിയത്. പരമ്പരാഗത ഹോളി പലഹാരമായ ഗുജിയായും ഹോളി പാനീയമായ താൻഡയും ആഘോഷത്തിന് കൊഴുപ്പേകി. ഹോളിയുമായി ബന്ധപ്പെട്ട നിരവധി ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ടെങ്കിലും കൃഷ്ണനെയും രാധയെയും ബന്ധപ്പെടുത്തിയാണ് തങ്ങളുടെ ആഘോഷമെന്ന് ഇവർ പറഞ്ഞു. എവിടെയായിരുന്നാലും ഹോളി വർണ്ണാഭമാക്കുകയാണ് തങ്ങളുടെ പതിവെന്ന് പ്രവീൺ ബിശ്വാസ് അഭിപ്രായപ്പെട്ടു. सब रंगमंच में खेल रहे हैं होली. आज होली के शुभ अवसर पर त्रिशूर के सारे लोगों को बधाइयाँ. होली के शुभ दिन सबको आइए होली खेलिए आप लोग. ഹോളിയുടെ ഭാഗമായി ഇവർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി പ്രത്യേക വഴിപാടുകളും ഷീട്ടാക്കി. പരിസര പ്രദേശങ്ങളിലെ ലേബർ ക്യാമ്പുകളിലെ മറ്റ് ഇതര സംസ്ഥാനക്കാരും ഹോളി ആഘോഷിച്ചു. TCV ഗുരുവായൂർ. വർണ്ണങ്ങൾ വാരിവിതറി പരമ്പരാഗത ആചാരപ്പെരുമയിൽ കുടുംബി സമുദായം മഞ്ഞോണം ആഘോഷിച്ചു. വടക്കേ ഇന്ത്യയിലെ ഹോളിക്ക് സമാനമാണ് കുടുംബി സമുദായത്തിന്റെ മഞ്ഞോണം. മഞ്ഞോണത്തിന്റെ ഭാഗമായി വഞ്ചി എഴുന്നള്ളിപ്പ്, മഞ്ഞക്കുളി തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. കൊടുങ്ങല്ലൂരിൽ വിവിധ കേന്ദ്രങ്ങളിൽ മഞ്ഞോണം കെങ്കേമമായി ആഘോഷിച്ചു. ചാപ്പാറയിൽ കുടുംബി സമുദായാംഗങ്ങൾ വിപുലമായ ചടങ്ങുകളാണ് ഒരുക്കിയത്. മണ്ണാറത്താഴത്ത് നിന്നും താളമേളങ്ങളുടെ അകമ്പടിയോടെ വഞ്ചി എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. കുടുംബി സമുദായത്തിന്റെ ഘോഷയാത്രയെ തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ മഞ്ഞക്കുളി നടന്നു. മഞ്ഞളും ചുണ്ണാമ്പും ചേർത്തരച്ച വെള്ളത്തിൽ കുളിക്കുന്ന ചടങ്ങാണ് മഞ്ഞക്കുളി. മഞ്ഞൾ വെള്ളം നിറച്ച ചെറുവഞ്ചി ക്ഷേത്രത്തിനു ചുറ്റും വലം വയ്ക്കുകയും മഞ്ഞൾ വെള്ളം പ്രസാദമായി വിതരണം ചെയ്യുകയും ചെയ്തു. അവിടെ സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന ഒരു മഹോത്സവമാണ് ഹോളി മഹോത്സവം, നാടകം കൊണ്ടാടുന്നത്. അതിന്റെ ഭാഗമായിട്ട് പുല്ലൂറ്റ് ആലിംഗൽ ഭഗവതി ക്ഷേത്രത്തിൽ ഏറ്റവും ഒരു ഒത്തൊരുമയോടുകൂടി കൂടെ ഇത് കൊണ്ടാടുന്നുണ്ട്. എല്ലാ വർഷവും ഭംഗിയായി തന്നെ കൊണ്ടാടാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗോവയിൽ നിന്നും പലായനം ചെയ്തവരാണ് കുടുംബി സമുദായം. ഹോളിയുമായി സാദൃശ്യമുള്ള മഞ്ഞോണത്തെ മഞ്ഞോളി എന്നും വിളിക്കാറുണ്ട്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. സർക്കാർ രേഖാമൂലം അനുവദിച്ചു നൽകിയ മിച്ച ഭൂമിയുടെ പട്ടയത്തിനായി അധികൃതരോട് യാചിക്കാനും ഓഫീസുകൾ കയറിയിറങ്ങാനും ഇനി സുബ്രു വരില്ല. അനുവദിച്ചു കിട്ടിയ മിച്ചഭൂമി അനുഭവിക്കാനും സ്വന്തമെന്ന് അവകാശപ്പെടാനും കഴിയാതെയാണ് പട്ടികജാതിക്കാരനായ സുബ്രു ലോകത്തോട് വിട പറഞ്ഞത്. അർബുദ രോഗത്തിന്റെ വേദനകൾക്കിടയിലും അവസാനാഗ്രഹമായ മിച്ചഭൂമിയുടെ പട്ടയം ലഭിക്കാത്ത മനസ്സിലെ മുറിവുമായാണ് സുബ്രു വിടവാങ്ങിയത്. ഇനി ഏതു വാതിലിൽ മുട്ടണമെന്നറിയാതെ നിസ്സഹായാവസ്ഥയിൽ 2012 മുതൽ സുബ്രു ഈ ആവശ്യവുമായി കയറിയിറങ്ങാത്ത ഓഫീസുകളിലായിരുന്നു. എല്ലാവരും കൈമലർത്തിയതിനൊപ്പം മിച്ചഭൂമിയായി ലഭിച്ച 30 സെന്റ് സ്ഥലം മറ്റൊരു വ്യക്തിയുടേതായതായി രേഖയും ഉണ്ടാക്കിയിരിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് TCV 2018 ഏപ്രിൽ 29 വാർത്ത നൽകിയിരുന്നു.
പൊയ്യ പഞ്ചായത്തിലെ മാളപ്പള്ളിപ്പുറം വില്ലേജിലെ 30 സെന്റ് സ്ഥലമാണ് 1978 എറിയാട് ഏപ്പിള്ളി AK സുബ്രുവിന് മിച്ച ഭൂമിയായി ലഭിച്ചത്. ആയതിന്റെ നികുതി 2007-2008 വർഷം വരെ സുബ്രുവിന്റെ പേരിൽ ഈടാക്കിയതായി വില്ലേജ് രേഖകളിൽ കാണുന്നുണ്ട്. എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ വില്ലേജ് അധികൃതർ സുബ്രുവിന്റെ പേരിൽ നികുതി സ്വീകരിക്കാതെ മറ്റൊരാൾക്ക് നൽകിയത്രേ. ഈ സ്ഥലത്തിന്റെ പട്ടയത്തിനായി അപേക്ഷിച്ചപ്പോഴാണ് 2012 ഈ സ്ഥലം സഫർ അലി എന്ന ആളുടെ കൈവശമാണെന്ന് തിരിച്ചറിയുന്നത്. കേരള ഭൂനികുതി നിയമപ്രകാരം ഒരു വസ്തുവിന്റെ നികുതി സ്വീകരിക്കേണ്ടത് കൈവശക്കാരനിൽ നിന്നാണെന്നും സുബ്രുവിന്റെ സ്ഥലം പാട്ടവ്യവസ്ഥയിലൂടെ അന്യാധീനപ്പെട്ടതായും അതുകൊണ്ട് തന്നെ അവകാശമില്ലെന്നും കയ്യേറ്റം ഒഴിപ്പിക്കാൻ സിവിൽ കോടതിയെ സമീപിക്കാമെന്നും റവന്യൂ അധികൃതർ അറിയിച്ചു. ഇതോടെ സുബ്രു കൂടുതൽ നിരാശനായി. സുബ്രുവും ഭാര്യയും 4 മക്കളുമടങ്ങുന്ന കുടുംബം എറിയാട് 7 സെന്റ് സ്ഥലത്തെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. നീതി തേടി വർഷങ്ങളായി ഓഫീസുകൾ കയറിയിറങ്ങിയ സുബ്രു ഇനി ഭരണകൂടത്തിന്റെ വാതിലുകളിൽ മുട്ടാനും നിയമ പോരാട്ടത്തിനും വരില്ലെന്ന് അധികൃതർക്ക് ആശ്വസിക്കാം. TCV മാള. എതിരാളികളുടെ വോട്ട് സ്വാധീനിച്ച് പട്ടിക തയ്യാറാക്കാൻ LDF പദ്ധതി. അടുത്ത മാസം 1 മുതൽ 10 വരെയുള്ള സമയത്തിനുള്ളിൽ പട്ടിക തയ്യാറാക്കി നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ LDF ജനപ്രതിനിധികളുടെ മാളയിൽ നടന്ന സംഗമത്തിലാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളിലെയും സഹകരണ സ്ഥാപനങ്ങളിലെയും ജനപ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. VR സുനിൽകുമാർ MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗം മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, NCP ജില്ലാ പ്രസിഡന്റ് TK ഉണ്ണികൃഷ്ണൻ, CPI മണ്ഡലം സെക്രട്ടറി PP സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. അത്താണിയിൽ കനാലിലേക്ക് സെപ്റ്റിക് മാലിന്യം തള്ളി. പീച്ചി ഡാമിൽ നിന്ന് കനാലിലൂടെ തുറന്നുവിട്ട വെള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് എത്തിയതോടെയാണ് അത്താണി ടെസ്റ്റ് ഗ്രൗണ്ടിന് സമീപം കാനയിലേക്ക് സാമൂഹ്യവിരുദ്ധർ സെപ്റ്റിക് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. ഇതോടെ വെള്ളം തിരിച്ചുവിടേണ്ട സ്ഥിതിയായി. പരിസരമാകെ രൂക്ഷ ദുർഗന്ധം നിറഞ്ഞതിനെ തുടർന്ന് നാട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് മാലിന്യം തള്ളിയത് കണ്ടെത്തിയത്. മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ MR അനൂപ് കിഷോർ, കൗൺസിലർ PR അരവിന്ദാക്ഷൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജയപ്രകാശ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള നഗരസഭാ അധികൃതർ സ്ഥലത്തെത്തി ക്ലോറിനേഷൻ നടത്തി. ആശയക്കുഴപ്പം മാറിയതിനെ തുടർന്ന് ചാലക്കുടിയിലെ കോർട്ട് കോംപ്ലക്സ് നിർമ്മാണത്തിന് ശ്രമം ആരംഭിച്ചു. ദേശീയപാത 6 വരിയാക്കുന്നതിന്റെ മുന്നോടിയായി കൂടുതൽ സ്ഥലം അക്വയർ ചെയ്യേണ്ടി വരുമെന്ന സൂചന ലഭിച്ചതിനെ തുടർന്നാണ് അനുമതി ലഭിച്ച കോർട്ട് കോംപ്ലക്സിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ അവതാളത്തിലായത്. എന്നാൽ വിജ്ഞാപനം ഉണ്ടാകാത്ത സ്ഥിതിക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിന് തടസ്സമില്ലെന്നാണ് ഹൈക്കോടതിയിൽ നിന്നും ജില്ലാ ജഡ്ജിക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ 4 നില കെട്ടിടത്തിന്റെ ഡ്രോയിംഗ് നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ തടസ്സങ്ങളില്ലാത്ത നിലയ്ക്ക് കെട്ടിട നിർമ്മാണം വൈകാതെ തുടങ്ങാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുൻസിഫ് കോടതിയോടൊപ്പം നഗരസഭയുടെ ലൈബ്രറി മന്ദിരത്തിലാണ് ഇപ്പോൾ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രവർത്തിക്കുന്നത്. തീരദേശ പോലീസിന്റെ വ്യത്യസ്തമായ രക്ഷാപ്രവർത്തനം വലയിൽ കുരുങ്ങിയ ഭീമൻ കടലാമയെ രക്ഷപ്പെടുത്തി. അഴീക്കോട് ലൈറ്റ് ഹൌസിന് 10 നോട്ടിക്കൽ മൈൽ അകലെ ആഴക്കടലിലാണ് കടലാമയെ വലയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. മത്സ്യത്തൊഴിലാളികൾ ഉപേക്ഷിച്ച ഉപയോഗശൂന്യമായ വലയാണ് കടലാമയ്ക്ക് കെണിയായത്. ജീവൻ നഷ്ടപ്പെടാവുന്ന അവസ്ഥയിൽ വലയ്ക്കകത്ത് കഴുത്തും കാലുകളും കുടുങ്ങിയ നിലയിൽ കിടന്ന ആമയെ ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ബോട്ടിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന തീരദേശ പോലീസ് സംഘം കണ്ടെത്തുകയായിരുന്നു. വല അഴിച്ചുമാറ്റി സ്വതന്ത്രയാക്കിയ ആമയെ സുരക്ഷിതമായി കടലിൽ വിട്ടു. വംശനാശം നേരിടുന്ന വലിയ തരം കടലാമയായ ഒലീവ് റിഡ്ലി കടലാമയെയാണ് തീരദേശ പോലീസ് രക്ഷപ്പെടുത്തിയത്. തീരദേശ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ A നസീറിന്റെ നേതൃത്വത്തിൽ ASI രവീന്ദ്രൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ രാജേഷ്, റെനി, ബോട്ട് ക്രൂ ജിൻസൺ, വിപിൻ, ശരത് കുമാർ, സുജിത് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഒരിടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. വിളവെടുപ്പിന്റെ വീരഗാഥ രചിച്ച് മേലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ചാലക്കുടിയിലെ പുൽകൃഷി. ചാലക്കുടി KSRTC റോഡിൽ പാട്ടത്തിനെടുത്ത 2.5 ഏക്കർ സ്ഥലത്ത് നടക്കുന്ന വിളവെടുപ്പ് പ്രതീക്ഷ നൽകി മുന്നേറുകയാണ്.
പ്രളയത്തിനു ശേഷം നടന്ന രണ്ടാം ഘട്ട വിളവെടുപ്പിൽ 27 ടൺ പുല്ല് ലഭിച്ചത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും അമ്പരപ്പിച്ചു. 2017 പകുതിയോടെ തുടക്കമിട്ട തീറ്റപ്പുൽ കൃഷി രണ്ടാം ഘട്ട വിളവെടുപ്പിന് ഒരുങ്ങുമ്പോഴായിരുന്നു അതിവർഷത്തിന്റെ ആകസ്മിക വരവ്. നശിച്ചുപോയ ഭൂരിഭാഗം തണ്ടുകൾക്ക് പകരം പുതിയത് നടേണ്ടി വന്നപ്പോൾ സംഘത്തിന് വലിയ തുക ചിലവായി. തുടർന്നുള്ള അവരുടെ പരിശ്രമങ്ങൾ വൃഥാവിലായില്ല. കഴിഞ്ഞ 2 വിളവെടുപ്പുകളും ടൺ കണക്കിന് പുല്ല് ലഭ്യതയ്ക്കിടയാക്കി. വിളവെടുക്കുന്ന പുല്ലുകൾ മുഴുവൻ സംഘത്തിലെ കർഷകർക്ക് വിൽപ്പന നടത്തുന്ന സമ്പ്രദായത്തിനും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ സബ്സിഡി ഇനത്തിലാണ് പുല്ല് വിതരണം. ഇപ്പോഴത്തെ കൊടും വേനൽ പുൽകൃഷിക്ക് ഭീഷണിയാകുന്നുണ്ട്. സ്പ്രിംഗ്ലർ സംവിധാനത്തിൽ നടക്കുന്ന ജലസേചനത്തിനും വെയിലിനെ പ്രതിരോധിക്കാനാവുന്നില്ല. ഈ സാഹചര്യത്തിൽ വെള്ളം എത്തിക്കുന്ന രീതിയിൽ മാറ്റം വരുത്താൻ ആലോചിക്കുന്നതായി സംഘം പ്രസിഡന്റ് VD തോമസ് പറഞ്ഞു. 2.5 ഏക്കർ സ്ഥലം നല്ല രീതിയിൽ പുല്ല് കൃഷി ചെയ്ത് കുറഞ്ഞ വിലയ്ക്ക് ക്ഷീര കർഷകർക്ക് ലഭ്യമാകാവുന്ന ഒരവസ്ഥയിലാണ് ഈ സംരംഭം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഇതിന് ക്ഷീരവികസന വകുപ്പിൻ്റെ ധനസഹായത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. നന്മയുള്ള പച്ചപ്പുല്ല് കർഷകർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യം അത് വിജയം കൈവരിക്കാൻ ഇതിനകം ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. പ്രസിദ്ധമായ മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിലെ മഹാപൊങ്കാല ഭക്തിസാന്ദ്രമായി. കലശ ചടങ്ങുകൾക്ക് ശേഷം തിടപ്പള്ളിയിലെ ഒരുക്കിയ പണ്ടാരയടുപ്പിൽ അഗ്നി പകർന്നതോടെയാണ് പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചത്. പാലക്കാട് ശിവാനന്ദാശ്രമം മാതാജി അമൃതാനന്ദ സരസ്വതി പൊങ്കാല ഉദ്ഘാടനം ചെയ്തു. ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, എളങ്ങല്ലൂർ മന കൃഷ്ണദാസ് നമ്പൂതിരി എന്നിവർ പൊങ്കാല ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ പരമേശ്വരൻ നമ്പൂതിരി, മേൽശാന്തി വൈകുണ്ഠൻ നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികരായി. തുടർന്ന് പ്രസാദഊട്ടും നടന്നു. പരമാവധി ഉപയോഗം കുറയ്ക്കലാണ് ഊർജ്ജ സംരക്ഷണത്തിന് എളുപ്പമാർഗമെന്ന് കേരള എനർജി മാനേജ്മെന്റ് സെന്ററിലെ ഡോക്ടർ ബോബി പോൾ പറഞ്ഞു. കിലയിൽ സംഘടിപ്പിച്ച ഊർജ്ജ കിരൺ ബോധവൽക്കരണ സെമിനാറിൽ വിഷയാവതരണം നടത്തുകയായിരുന്നു അദ്ദേഹം. കില ഡയറക്ടർ ഡോക്ടർ ജോയ് ഇളമൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 7ാമത് തൃശൂർ ജില്ലാ ഫുട്ബോൾ മേള തൃശൂർ പാലസ് ഗ്രൗണ്ടിൽ ആരംഭിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന മേള കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ കിക്ക് ഓഫ് ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജനീഷ് പാമ്പൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വോക്കേഴ്സ് ക്ലബ് സെക്രട്ടറി രഞ്ജി ജോൺ മഞ്ഞില കളിക്കാരെ പരിചയപ്പെട്ടു. ജില്ലാ സെക്രട്ടറി മധുസൂദനൻ, ജില്ലാ ട്രഷറർ സുബിൻ ചെറുതുരുത്തി, സംസ്ഥാന ഫോട്ടോ ക്ലബ് കോർഡിനേറ്റർ സജീവ് വസതിനി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PV ശിവാനന്ദൻ, ജിനേഷ് ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണമ്പേട്ട പൂക്കോട് മേടംകുളങ്ങര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ കൊടിക്കൽ പൂരം ആഘോഷിച്ചു. രാവിലെ ശീവേലി എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും തുടർന്ന് ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു. വൈകിട്ട് മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 7 ആനകൾ അണിനിരന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രിമാരായ തെക്കേടത്ത് പെരുമ്പടപ്പ് ജാതവേദൻ നമ്പൂതിരി, വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തിമാരായ മനോജ് നമ്പൂതിരി, കേശവൻ നമ്പൂതിരി, രാമൻ നമ്പൂതിരി എന്നിവർ കാർമ്മികരായിരുന്നു. പരീക്ഷാ ഹാളിലേക്ക് പറന്നെത്തിയ വെള്ളി മൂങ്ങുകളെ വനം വകുപ്പിന് കൈമാറി. മാള കാർമൽ കോളേജിൽ പരീക്ഷ നടക്കുന്നതിനിടയിലാണ് വെള്ളി മൂങ്ങുകളെത്തിയത്. തുടർന്ന് കോളേജ് അധികൃതർ പോലീസിനെയും വനം വകുപ്പിനെയും വിവരമറിയിക്കുകയായിരുന്നു. വനംവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഫിലിപ്പ് കൊറ്റനല്ലൂർ കോളേജിലെത്തി വെള്ളി മൂങ്ങുകളെ ഏറ്റുവാങ്ങി. വെള്ളറക്കാട് ദുബായ് റോഡിൽ ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. പാലക്കാട് സ്വദേശി ചിറക്കൽ സുരേഷിനാണ് പരിക്കേറ്റത്. ഇയാളെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി ഗുരുവായൂർ മണ്ഡലത്തിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും അവലോകന യോഗം ചേർന്നു. വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് ആവശ്യപ്പെട്ടു. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ PK നളിനി, തഹസിൽദാർ KV അംബ്രോസ്, ഡെപ്യൂട്ടി തഹസിൽദാർ ടോമി സെബാസ്റ്റ്യൻ, ചാവക്കാട് CI സജീവ്, ടെമ്പിൾ CI പ്രേമാനന്ദൻ, ASI അനിൽ മാത്യു എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ അംഗൻവാടികളിൽ ഹെൽപ്പർമാരുടെ അനധികൃത നിയമനം നടത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി ഉദ്യോഗാർത്ഥികൾ രംഗത്ത്. പ്രതിഷേധ യോഗം മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് റീന ജോസ് ഉദ്ഘാടനം ചെയ്തു.
ഹെൽപ്പർ നിയമനത്തിൽ അനർഹരായവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് മുൻപരിചയമില്ലാത്ത വ്യക്തികളെ നിയമിക്കുന്നത് നിർത്തിവെക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. റോസി പോൾ അധ്യക്ഷയായി. KM അഷ്റഫ്, PT ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയായ ഇന്നസെന്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കൊടകര നോർത്ത് മേഖലാ കൺവെൻഷൻ നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. KV നൈജു അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് PK ഗിരിജ വല്ലഭൻ, ഷോജൻ D വിധേയത്തിൽ, PR പ്രസാദൻ, PG വാസുദേവൻ നായർ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് LDF ലോക്കൽ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ NCP നേതാവ് AV വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു. ആലത്തൂർ ലോക്സഭാ സ്ഥാനാർത്ഥി ഡോക്ടർ PK ബിജുവിന് കൺവെൻഷനിൽ സ്വീകരണം നൽകി. TP ജോസഫ് അധ്യക്ഷനായി. നേതാക്കളായ അബൂബക്കർ, TK വാസു, CG രഘുനാഥ്, KD ബാഹുലയൻ തുടങ്ങിയവർ സംസാരിച്ചു. ജീവ ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷണവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ച് സെമിനാർ നടത്തി. ജീവ രക്ഷാധികാരി ഡോക്ടർ PA രാധാകൃഷ്ണൻ ക്ലാസ് എടുത്തു. പ്രസിഡന്റ് KK ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, PI ആന്റോ, VM ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭാ പരിധിയിൽ അനുമതിയില്ലാതെ റോഡരികിലും പൊതുസ്ഥലങ്ങളിലും സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ നഗരസഭാ ആരോഗ്യവകുപ്പ് ജീവനക്കാർ എടുത്തുമാറ്റി. ചാവക്കാട്, ബ്ലാങ്ങാട്, തിരുവത്ര, മുതുവട്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ബോർഡുകൾ എടുത്തുമാറ്റിയത്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശിവപ്രസാദ്, N വസന്ത് എന്നിവർ നേതൃത്വം നൽകി. വധശ്രമക്കേസിലെ പിടികിട്ടാപ്പുള്ളിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറനെല്ലൂർ ഇയാൽ സ്വദേശി ചെറായിൽ നിധിനാണ് പിടിയിലായത്. പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിനിടെ മരത്തംകോട് പുതിയ മാത്തൂര് കുണ്ടുള്ളി വീട്ടിൽ അനൂപിനെയും സുഹൃത്തിനെയും വധിക്കാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി. UDF കയ്പമംഗലം നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മതിലകത്ത് മുൻ MP KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. UDF നിയോജകമണ്ഡലം ചെയർമാൻ PB താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, അഡ്വക്കേറ്റ് PA മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കടപ്പുറം പഞ്ചായത്തിൽ ചുവരെഴുത്തിനെ ചൊല്ലി CPM ലീഗ് സംഘർഷം. ഇരു പാർട്ടിയിലെയും 20ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വൈദ്യുതി പോസ്റ്റുകളിലെ എഴുത്തുകൾ പോലീസ് കരിയോയിൽ ഒഴിച്ച് മായ്ച്ചു. ഭക്ഷണം കഴിച്ചതിന്റെ പണം ആവശ്യപ്പെട്ടതിന്റെ വൈരാഗ്യത്തിൽ തട്ടുകടയിൽ ആക്രമണം നടത്തിയ യുവാവിനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. കോണത്തുകുന്ന് സ്വദേശി മുളവൻകാട്ടിൽ ഷാജഹാനെയാണ് CI നിസാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ വേറെയും അടിപിടി കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. KSTA ചാലക്കുടി ഉപജില്ലയുടെ നേതൃത്വത്തിൽ മേഖലയിലെ വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് സമ്മേളനവും അനുമോദന യോഗവും നടത്തി. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തിയ അനുമോദന യോഗം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി K നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി VV ശശി, CR രാകേഷ്, U ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഐക്യജനാധിപത്യ മുന്നണി ഗുരുവായൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V ബലറാം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബാലൻ മാർനാട്ട് അധ്യക്ഷത വഹിച്ചു. TN മുരളി, R രവികുമാർ, AP മുഹമ്മദ് ഉണ്ണി, KP ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രളയത്തിൽ തകർന്ന ഹരിപുരം KLDC ബണ്ട് പുനർനിർമ്മിക്കുമെന്ന വാഗ്ദാനം നടപ്പായില്ല. ആശങ്കയോടെ 300ഓളം കുടുംബങ്ങൾ. ന്യൂസിലാൻഡിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊടുങ്ങല്ലൂർ സ്വദേശിനി അൻസിയുടെ മൃതദേഹം ഇന്ത്യൻ എംബസിക്ക് കൈമാറി. മൃതദേഹം തിങ്കളാഴ്ച നാട്ടിലെത്തിക്കും. തിരുവില്ലാമലയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 9 പേർക്ക് പരിക്ക്. മേഖലയിൽ പന്നിശല്യം രൂക്ഷമാകുന്നു. പ്രളയത്തിൽ ഭാഗികമായി തകർന്ന പായ്ത്തുരുത്ത് തൂക്കുപാലത്തിലൂടെ യാത്ര അപകട ഭീഷണിയാകുന്നു. പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ തയ്യാറാകാതെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിനെതിരെ നാട്ടുകാർ. ആളൂർ പഞ്ചായത്തിലെ ചങ്ങലച്ചിറ സംരക്ഷണമില്ലാതെ നശിക്കുന്നു. കടുത്ത വേനലിലും ജലസമൃദ്ധമായ ചിറ നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.